പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും. ഞാൻ അൻവർ ഫാറൂഖി. ഇന്ന് നിങ്ങൾക്ക് മുമ്പാകെ വന്നിട്ടുള്ളത് ഹൗ ടു റൈറ്റ് ദ എക്സാം സയന്റിഫിക്കലി, എങ്ങനെ ശാസ്ത്രീയമായി പരീക്ഷ എഴുതാം എന്നതിനെക്കുറിച്ചുള്ള ടിപ്സുകളും ട്രിക്സുകളും വിശകലനം ചെയ്യുവാൻ വേണ്ടിയാണ്. ഒന്നാമതായി സൂചിപ്പിക്കട്ടെ, പരീക്ഷ പലർക്കും ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ വളരെ മാനസിക സമ്മർദ്ദം ചെലുത്തുന്ന ഒരു കീറാമുട്ടിയായി ഇന്നും നിലനിൽക്കുകയാണ്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. പരീക്ഷ എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ ടെൻഷൻ അനുഭവിക്കുന്നുണ്ടോ? പരിഹാരമുണ്ട്. നിങ്ങൾ നന്നായി പഠിച്ചിട്ടും വിചാരിച്ച മാർക്ക് ലഭിക്കുന്നില്ല എന്ന പരാതിയുണ്ടോ? എങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ചില കുട്ടികൾ കൂടുതൽ പഠിക്കും, എന്നാൽ മാർക്ക് വരുമ്പോൾ ആൻസർ പേപ്പറിൽ വളരെ കുറവ്. എന്നാൽ മറ്റു കുട്ടികൾ കുറച്ച് വായിക്കുന്നു, കുറച്ച് പഠിക്കുന്നു. എന്നാൽ കൂടുതൽ പഠിച്ച വിദ്യാർത്ഥിയേക്കാൾ കുറച്ച് പഠിച്ച വിദ്യാർത്ഥിക്ക് മാർക്ക് കൂടുതൽ. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോ. മാത്രമല്ല, എങ്ങനെ പരീക്ഷയിൽ ഉന്നത വിജയം നേടാം, എക്സാം ഹാളിൽ പ്രവേശിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ കയ്യിൽ കിട്ടിയാൽ വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഉന്നത വിജയം ഉറപ്പാണ്. നമുക്ക് ഓരോന്നോരോന്നായി ഇൻഷാ അള്ളാഹ് വിശകലനം ചെയ്യാം. ഹൗ ടു സോൾവ് ഇറ്റ്. നമ്പർ 1, റൈറ്റ് യുവർ നെയിം ആൻഡ് രജിസ്റ്റർ നമ്പർ ഓൺ ദ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ പേരും രജിസ്റ്റർ നമ്പറും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിൽ എഴുതുക. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വല്ലതും എഴുതി മറ്റുള്ളവരെ സഹായിക്കുന്നില്ല എന്ന് എക്സാം സൂപ്പർവൈസർക്ക് ബോധ്യപ്പെടുവാനാണിത്. ഇത് വളരെ ലാഘവത്തോടെ എടുക്കേണ്ട കാര്യമല്ല എന്ന് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നിങ്ങളുടെ സമയമാണ് നഷ്ടപ്പെടുന്നത് എന്നും ഓർക്കുക. നമ്പർ 2, റീഡ് ഓൾ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ ചോദ്യങ്ങളും കൂൾ ഓഫ് ടൈമിൽ സൂക്ഷ്മമായി വായിക്കുക. ഒരുപക്ഷെ അത് 5 മിനിറ്റ് ആകാം, 10 മിനിറ്റ് ആകാം, അല്ലെങ്കിൽ 15 മിനിറ്റ് ആകാം. അങ്ങനെ വായിച്ചാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ നമുക്ക് നന്നായി അറിയാവുന്ന ആൻസർ ഉണ്ടാവും, ചിലപ്പോൾ കുറച്ച് അറിയാവുന്ന ഉത്തരമുണ്ടാവും, മറ്റു ചിലപ്പോൾ തീരെ അറിയാത്ത ഉത്തരമുണ്ടാവും. ഇവയെ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ മനസ്സ് തന്നെ പ്രയോറിറ്റി നൽകേണ്ട ക്വസ്റ്റ്യൻ ഏതാണെന്ന് ഒരു ഐഡിയ ഉണ്ടാക്കി തരും എന്നതാണ്. നമ്പർ 3, ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ചില വിദ്യാർത്ഥികൾ പകുതി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതും. ചില കുട്ടികൾ 80% ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതും. മറ്റു ചില കുട്ടികൾ 95% ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി 5% വിട്ടുകളയുകയും ചെയ്യും. എന്നാൽ 100% ചോദ്യങ്ങൾക്കും ഓപ്ഷൻ അനുസരിച്ച് ഉത്തരം എഴുതേണ്ടതാണ്. അറിയാത്ത ചോദ്യങ്ങളാണെങ്കിൽ പോലും സമയമെടുത്ത് ഉത്തരം എഴുതാൻ ശ്രമിക്കണം. കാരണം പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് ഉത്തരം എഴുതാൻ ശ്രമിച്ചത് ഒരുപക്ഷെ പരിഗണിച്ചേക്കാം. നമ്പർ 4, റൈറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ. വൃത്തിയിലും വെടിപ്പിലും എഴുതുക. ആൻസർ ഷീറ്റിന്റെ ആദ്യ പേജിൽ തന്നെ വെട്ടലും തിരുത്തലും ഒഴിവാക്കുക. കാരണം ദ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ്. നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്യുന്ന അധ്യാപകന്റെ ആദ്യത്തെ മതിപ്പ് അല്ലെങ്കിൽ ധാരണ, അതാണ് ഏറ്റവും നല്ല മതിപ്പായി രേഖപ്പെടുത്തുക. അത് നല്ല കൈയക്ഷരത്തോടെ അടുക്കും ചിട്ടയിലും വൃത്തിയിലും എഴുതാൻ ശ്രമിക്കുക. ഇനി എന്തെങ്കിലും വെട്ടും തിരുത്തും വേണമെങ്കിൽ ഒരു വരയിൽ അവസാനിപ്പിക്കുക. 3ഉം 4ഉം വരകൾ കൊണ്ടുവരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്പർ 5, സെറ്റ് ദ പ്രയോറിറ്റി. ആദ്യം ഉത്തരം എഴുതുമ്പോൾ ഏറ്റവും നന്നായി അറിയാവുന്ന ആൻസർ ആയിരിക്കണം എഴുതേണ്ടത്. സംശയങ്ങളുള്ള ഉത്തരങ്ങൾ ആദ്യ പേജുകളിൽ ഒരു കാരണവശാലും കൊണ്ടുവരരുത്. ഏറ്റവും നല്ലത് ക്വസ്റ്റ്യൻ ഓർഡർ പ്രകാരം തന്നെ എഴുതുന്നതാണ്. ആൻസർ ഷീറ്റ് നോക്കുന്ന ആൾക്കും അതാണ് കൂടുതൽ സൗകര്യമായി തീരുക. എന്നാൽ ക്വസ്റ്റ്യൻ ഓർഡർ പ്രകാരം എഴുതാൻ സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും അറിയാവുന്നവ കൊണ്ടുവരാം. എക്സാമ്പിൾ, 5ൽ 4 കൂടുതൽ നന്നായി എഴുതുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് എങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കുക. നമ്പർ 6, കണ്ടന്റ് റൈറ്റിംഗ്. മാർക്ക് നോക്കി അല്ലെങ്കിൽ ചോദ്യത്തിന്റെ കണ്ടന്റ് നോക്കി എഴുതുവാൻ ശ്രമിക്കണം. ഒരു പാരഗ്രാഫ് എഴുതാൻ ആവശ്യപ്പെട്ടാൽ 1 പേജും 1.5 പേജും എഴുതാതിരിക്കുക. അപ്രകാരം എഴുതിയാൽ 2 നഷ്ടങ്ങളാണ് നമുക്കുണ്ടാവുന്നത്. ഒന്ന് സമയനഷ്ടം, മറ്റുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോലും കഴിഞ്ഞു എന്ന് വരില്ല. മറ്റൊരു നഷ്ടം, ഈ കണ്ടന്റിന്റെ എത്രയാണ് എഴുതേണ്ടത് എന്ന്
വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിലായിട്ടില്ല എന്ന് ഇത് വാല്യൂ ചെയ്യുന്ന ആൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ നമ്മളെ സംബന്ധിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെടാൻ അത് കാരണമായി തീരുകയും ചെയ്യുന്നു. നമ്പർ 7, ഡോണ്ട് ഡെക്കറേറ്റ് ദ ആൻസർ ഷീറ്റ്. ആൻസർ ഷീറ്റ് അലങ്കരിക്കാതിരിക്കുക. നിങ്ങൾ എത്രത്തോളം ആൻസർ ബുക്ക് അലങ്കരിച്ചിട്ടുണ്ട് എന്ന് ഒരിക്കലും ഒരു വാല്യൂ ചെയ്യുന്ന ആൾ നോക്കുന്നില്ല. അതിലുള്ള അടുക്കും ചിട്ടയോട് കൂടിയുള്ള പോയിന്റുകളാണ് നോക്കുന്നത്. പലപ്പോഴും മാർജിനുള്ള ആൻസർ ഷീറ്റ് തന്നെയായിരിക്കും പബ്ലിക് എക്സാമിന് ലഭിക്കുക. എന്നാൽ പെന്നും പെൻസിലും അതുപോലെ തന്നെ സ്കെയിലും എടുത്ത് മാർജിൻ ഇടുന്ന ചില കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം സമയനഷ്ടമാണ് ഉണ്ടാക്കുക എന്ന് നാം പ്രത്യേകം ഓർക്കണം. അതുപോലെ ചില കുട്ടികൾ അവരുടെ രജിസ്റ്റർ നമ്പർ വളരെ ബോൾഡ് ചെയ്ത് കട്ടികൂട്ടി അലങ്കരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് കാണാം. ഇതെല്ലാം തന്നെ നമ്മുടെ സമയം നഷ്ടപ്പെടുവാൻ വളരെയധികം കാരണമാക്കുന്ന ഒന്നാണ് എന്ന് പ്രത്യേകം നാം ശ്രദ്ധിക്കുക. നമ്പർ 8, റൈറ്റ് ബ്രീഫ് ടു ദ പോയിന്റ്. പോയിന്റുകളാക്കി ചുരുക്കി എഴുതുവാൻ ശ്രമിക്കണം. ഒരു എസ്സേ ടൈപ്പാണെങ്കിൽ അതിന് ടൈറ്റിൽ വേണം, സബ് ടൈറ്റിൽ വേണം, പാരഗ്രാഫുകൾ വേണം. 1, 2, 3, 4 എന്ന അക്കങ്ങൾ ഇട്ടുകൊണ്ട് സൈഡ് ഹെഡിങ് കൊടുത്ത് പോയിന്റുകളാക്കി ചുരുക്കി എഴുതുവാൻ ശ്രമിക്കണം. മെയിൻ പോയിന്റുകൾ അണ്ടർലൈൻ കൊടുക്കണം, ചിലത് ബ്രാക്കറ്റിലാക്കണം. കോട്ടിങ്സുകളാണെങ്കിൽ ഇൻവേർട്ട് കോമയിൽ കൊടുക്കണം. തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ച് എഴുതുവാൻ ശ്രമിക്കണം. എസ്സേയുടെ തുടക്കവും ഒടുക്കവും നന്നാക്കുവാൻ ശ്രമിക്കണം. നമ്പർ 9, റൈറ്റ് വിത്തൗട്ട് ചീറ്റിംഗ്. ആരെയും കബളിപ്പിക്കാതെ പരീക്ഷ എഴുതുക. വളരെ മര്യാദയോട് കൂടിയായിരിക്കണം പരീക്ഷ എഴുതേണ്ടത്. തൊണ്ട് പേപ്പറുകൾ പോലുള്ളത് കൊണ്ടുവന്ന് ഒരു കാരണവശാലും സമയം കളയരുത്. പിടിക്കപ്പെട്ടാൽ ഭാവി തുലാസിലാകും എന്നത് മറക്കാതിരിക്കുക. തിരിഞ്ഞും മറിഞ്ഞും കളിക്കാതിരിക്കുക. ഇന്ന് പ്രത്യേകിച്ച് CCTVയിൽ നിങ്ങളുടെ ഓരോ ചലനവും റെക്കോർഡ് ആകുന്നുണ്ട് എന്ന് ഓർക്കണം. അതുപോലെ ആൻസർ ഷീറ്റിൽ ക്വസ്റ്റ്യൻ എഴുതി വെക്കുക. അതുപോലെ തന്നെ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തന്നെ ആവർത്തിച്ച് എഴുതി വെക്കുക. അതുപോലെ തന്നെ ഉത്തരവുമായി യാതൊരു ബന്ധവുമില്ലാത്തത് ഏതൊക്കെയോ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതി വെക്കുക. അതുപോലെ ചില ബൈഹാർട്ടുകൾ എഴുതി വെക്കുക. തുടങ്ങിയവയെല്ലാം തന്നെ ഒഴിവാക്കണം. ഇപ്രകാരം ചെയ്താൽ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്താഗതി ഉണ്ടായിത്തീരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ എഴുതിയ ഉത്തരത്തിന്റെ മാർക്ക് പോലും നഷ്ടപ്പെടാൻ അത് കാരണമായി തീരും എന്നതാണ്. നമ്പർ 10, ചെക്ക് യുവർ ആൻസർ ഷീറ്റ്. ഉത്തരങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ ഒരാവർത്തി വേഗത്തിൽ വായിക്കുവാൻ ശ്രമിക്കണം. ഏതെങ്കിലും ചോദ്യത്തിന്റെ ഉത്തരം വിട്ടുപോയിട്ടുണ്ടോ, എഴുതിയ മെയിൻ പോയിന്റിന് അണ്ടർലൈൻ കൊടുക്കുവാൻ മറന്നുപോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ ചെക്കിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്തരം 10 കാര്യങ്ങൾ ശാസ്ത്രീയമായി ശ്രദ്ധിച്ചുകൊണ്ട് എക്സാം എഴുതിയാൽ വിജയം 100% ഉറപ്പാണ്. അതിലുപരി എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷയിൽ എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.